ഹലോ ഹായ്, സജിത പ്രദീപ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു ക്യാരറ്റ് പൂരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പം ഞാൻ ഈ 3 സാധനങ്ങളും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം ഓരോന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ക്യാരറ്റും വേറെ, സവാള വേറെ, പച്ചമുളക് വേറെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻസും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം, മൈദ ചേർക്കണം. ഗോതമ്പ് പൊടിയല്ല, മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. പക്ഷേ ഈ മൈദയ്ക്ക് ഒരു അളവ് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിലിപ്പോ ഈ ഗ്രേറ്റ് ചെയ്തതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പൂരിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ പരിവാവുന്നവരെ മൈദ ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗ്രേറ്റ് ചെയ്തതിൽ തന്നെ കുറച്ച് ആദ്യം മൈദ ഇട്ട് നോക്കിയിട്ട് പിന്നെ ഇടണം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ തന്നെ വെള്ളം വരും ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അതിൽ തന്നെ കുഴച്ചെടുക്കണേ. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തീരെ വെള്ളം ചേർക്കാതെയാണ് കുഴച്ചിരിക്കുന്നത്. ഈ ഗ്രേറ്റ് ചെയ്തതിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, ഞാൻ വെള്ളം വേറെ ചേർത്തിട്ടേ ഇല്ല. ഇതേപോലെ ഒരു പരന്ന പാത്രം എടുക്കുക, കുഴയ്ക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോ ഇതിനെ നമ്മൾക്ക് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. നമ്മൾ കുഴച്ച് റെഡിയാക്കിയ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പൂരി റെഡിയാക്കി എടുക്കുക. അഥവാ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇനിയിപ്പോ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ ഈ ക്യാരറ്റിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ പരത്താൻ കിട്ടില്ല കേട്ടോ. നമ്മൾക്ക് ഇത് ഇങ്ങനെ പൂരി ചപ്പാത്തി പ്രസ്സിലും വെച്ചിട്ട് പൂരി പ്രസ്സിലോ അങ്ങനെ വെച്ച് നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ പരത്തിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇത് മാത്രമേ ഇതിൽ മൈദ ആയതുകൊണ്ടേ ചെറിയൊരു ഒട്ടൽ ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്കിങ്ങനെ പൊടി ഇട്ടിട്ട് പരത്തിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഞാനൊരു 4 പൂരി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ പൂരിയൊന്നും ഉണ്ടാക്കിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് പൂരി ഇട്ടാലോ. നമുക്കൊന്ന് തിരിച്ചും ഇടാം. ഇത് നമ്മുടെ മറ്റേ സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുമൊന്നുമില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പളേ നമ്മളിതാ ക്യാരറ്റ് പൂരി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയ സാധനം കേട്ടോ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. മൈദ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനിയിപ്പോ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.